ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തെല്ലാം മുത്തുമണികളെ, നിങ്ങളുടെ വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഈവനിങ് വ്ളോഗായിട്ടാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണം കേട്ടോ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കമൻറ്റും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഒരു 4:30 ആയ സമയത്ത് ഞാൻ മക്കളൊക്കെ സ്കൂളിൽ ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ചായ റസ്കൊക്കെ ആദ്യം കഴിച്ചു. പിന്നെ ഞാൻ കൊള്ളി മേടിച്ച് വെച്ചിട്ട് 2 ദിവസമായിട്ടോ ഞാനൊന്നും മറന്നു പോവാണ് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ വീട്ടിലെ പണികളും തിരക്കുകളൊക്കെ ആയിട്ട് അങ്ങനെ വിട്ടു പോവുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ വയ്യായൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ അപ്പോൾ ഞാൻ കൊള്ളി നന്നാക്കിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ സുഡാപ്പി വന്നിട്ടുണ്ട് കേട്ടോ ഫോണായിട്ട്. അപ്പോൾ ഇവിടെ ഒരു മൈക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അത് പെങ്ങളുടെ ഭർത്താവ് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതിൽ നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് പാട്ടൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ കട്ടിൻ്റെ അടിയിൽ എടുത്ത് വെച്ചേക്കായിരുന്നു. ഇവർ എന്നും തല്ലുകൂട്ടാണ് കേട്ടോ. ഒരു പ്രാവശ്യം പിന്നെ നിലത്തൊക്കെ വീണത് വർക്ക് ചെയ്യാണ്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനതൊരു കവറിൽ പെട്ടിയിലാക്കിയിട്ട് അങ്ങനെ കട്ടിൻ്റെ അടിയിൽ വെച്ചേക്കായിരുന്നു. ഇവർ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടിയാവും. പിന്നെ അതുമ്മ തല്ലുകൂടാനും നേരം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അത് അവിടെ എടുത്ത് വെച്ചേക്കായിരുന്നു. അതിപ്പോൾ കട്ടിലിൻ്റെ അടിയൊക്കെ ഒന്ന് ഒതുക്കിയപ്പോൾ അത് കിട്ടിയപ്പോൾ അങ്ങനെ അതുമ്മലാണ് കേട്ടോ ഇപ്പോൾ കളി. അപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് നമുക്ക് അതിൽ പാട്ട് വെക്കാം കേട്ടോ. അപ്പോൾ അതവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവർ രണ്ടാളും അവിടെ ഇരിക്കുന്നുണ്ട്. ഇതിലും പുറത്തേക്ക് കളിക്കാൻ പളുങ്ക് കളിക്കുന്നുണ്ട് കേട്ടോ അവിടെ പുറത്തിരുന്നിട്ട്. അപ്പോൾ ഞാനിത് കൊള്ളിയൊക്കെ നന്നായി കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി എടുത്തിട്ട് കുക്കറിൽ 2 വിസിലടിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പുറത്ത് മഴക്കാറുണ്ട്, ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ ചൂനിമുളക് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു 2 ചൂനിമുളകും പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ കുഞ്ഞുള്ളി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് ബദലായിട്ട് ഞാനിത് സബോള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് ചതച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു പീസ് പുളിയും എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും 2 ചൂനിമുളക് എടുത്തിട്ടുള്ളത് കേട്ടോ. പക്ഷേ എനിക്ക് ആ ചൂനിമുളക് കാണുമ്പോൾ നല്ല എരിവുള്ളതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരെണ്ണ ചേർക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി നമുക്ക് എന്തെങ്കിലും കറിയിലേക്ക് എന്തെങ്കിലും എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു ചൂനിമുളക് നല്ല മൂത്തതാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഒന്ന് ചതച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പും കൂടി അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഉപ്പൊക്കെ നമുക്ക് ആ സമയത്ത് തന്നെ കറക്റ്റാണെന്ന് നോക്കാം. പിന്നെ ഞാൻ കൈകൊണ്ടല്ല കേട്ടോ എടുക്കുന്നത്. കൈകൊണ്ട് എടുത്ത് കഴിഞ്ഞിട്ട് നല്ല പണി കിട്ടും. പാത്തൂസിനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ആവശ്യം വരുന്നത് കേട്ടോ. നമ്മൾ എത്ര സോപ്പിട്ട് കഴുകിയെന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ഇത് സ്പൂൺ വെച്ചിട്ട് തന്നെ ചമ്മന്തിയൊക്കെ ഒന്ന് ഇതിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് അവിടെ ചമ്മന്തി അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ കുറച്ച് കട്ടൻ ചായ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കട്ടൻ ചായ ഞാൻ സുഡാപ്പി പാൽ ചായ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കട്ടൻ ചായയുടെ ടേസ്റ്റ് ഉണ്ടാവുക. കട്ടൻ ചായ മതി, നമുക്ക് പാൽ ചായ പിന്നെ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് അങ്ങനെ കട്ടൻ ചായയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ അതേ കൊള്ളി ഞാൻ വെന്തത് വെള്ളം കൂട്ടിക്കളഞ്ഞ് ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചമ്മന്തിയും കൊള്ളിയും കട്ടൻ ചായയും കൂട്ടി ഞങ്ങളങ്ങനെ ചായ കുടിയൊക്കെ ഇങ്ങനെ തകൃതമായി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദിലു വന്ന് ഇടയ്ക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ദിലുവിന് ചമ്മന്തിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ ഈ ചമ്മന്തി ഉണ്ടാക്കിയെടുത്തത്. അല്ലെങ്കിൽ വെറും കൊള്ളിയും ചായയും മാത്രം ഒപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചതാണ്. പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് അടിച്ചു വരാൻ ഇറങ്ങിയപ്പോൾ നല്ല മഴക്കാറുണ്ട് കേട്ടോ. അപ്പോഴാണ് മീൻകാരുടെ സൗണ്ട് കേട്ടത്. അപ്പോൾ ഇന്നിപ്പോൾ മീൻ 2 എടുത്ത് വറുക്കും ചെയ്യാം. ബാക്കി നമുക്ക് നാളേക്കുള്ള കറിയുടെ കാര്യം ഓക്കെ ആയല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ പുറത്തിറങ്ങിയപ്പോഴാണ് അപ്പുറത്തെ വീട്ടിലാണ് കേട്ടോ ഒരു മുല്ലാണ്ടത്. അത് അങ്ങനെ പൊട്ടിച്ച് തലയിൽ വയ്ക്കുകയും ചെയ്തു. അവരവിടെ ഇരുന്നിട്ട് പളുങ്ക് കളിക്കുകയാണ് കേട്ടോ മക്കൾ. അപ്പോൾ നോക്കിയപ്പോൾ അതേ മീൻകാരൻ അറ്റത്താണ് കേട്ടോ ഉള്ളത്. അങ്ങനെ ആൾ വരുന്നവരെ അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് മീനൊക്കെ വന്നപ്പോൾ ഇതേ അയില ഉണ്ടായിരുന്നു, പിന്നെ ചാള ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അയില അത്യാവശ്യം വലിയ മീനല്ല, എന്നൊരു മീഡിയം സൈസുള്ള അയിലയും ചാള അതേപോലെ കുഞ്ഞു ചാളയായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടിനും കൂടി 1 കിലോ അയില 100 രൂപ, 1 കിലോ ചാള 100 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടും കൂടി പപ്പാതിയാണ് മേടിച്ചത് കേട്ടോ. അങ്ങനെ 100 രൂപക്കുള്ള മീനാണ് കേട്ടോ. അപ്പോൾ ഇത് അയില 50 രൂപക്കും ചാള 100 രൂപക്കും അങ്ങനെയാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ രണ്ടും ഞാനിതൊരു ഫ്രീസറിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ബാക്കി ഫ്രീസറിൽ വയ്ക്കാൻ വെച്ചിട്ട് അപ്പോൾ അങ്ങനെ ഒരു 4 ഞാൻ ഇതിൽ നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അതിലിപ്പോൾ നമുക്ക് വറുക്കാൻ മാത്രമായിട്ട്. പിന്നെ നമുക്ക് നാളത്തെ കറി, ഇനിയിപ്പോൾ നാളത്തെ കറിയുടെ കാര്യം ആലോചിച്ചിട്ട് ടെൻഷൻ വേണ്ട. മീൻ കിട്ടിയല്ലോ. അല്ലെങ്കിൽ പിന്നെ രാത്രിയൊക്കെ എടുക്കുന്ന സമയത്ത് ആലോചിച്ച് കിടക്കും, നാളെ ഞാനിപ്പോൾ എന്ത് കറി വെക്കും എന്നുള്ളൊരു ചിന്തയായിരിക്കും. നേരം വെളുത്താൽ അതുപോലെ തന്നെ ഇപ്പം എന്താ ഉണ്ടാക്കുക എന്നുള്ളൊരു ആലോചനയിലായിരിക്കും.
അപ്പോൾ ഇത് കിട്ടിയ കാരണം കൊണ്ട് ഇനിയിപ്പോൾ ആ കാര്യം ഓക്കെ ആയി. പിന്നെ നല്ല മഴക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ വേഗം വന്നിട്ട് തന്നെ തുണികളൊക്കെ എടുത്ത്, അല്ലെങ്കിൽ നാളെ എടുക്കാമെന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ്. ചെന്ന് പല മീനൊക്കെ നന്നാക്കണം, കറി വെക്കണം. അപ്പോൾ കുറച്ച് മടി ഉണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഞാൻ വിചാരിച്ചു നാളേക്ക് നമ്മൾ മടി നോക്കി നിന്നിട്ടുണ്ട്, നാളേക്ക് ഇരട്ടി പണി കിട്ടും. മഴ പെയ്ത് കഴിഞ്ഞിട്ട് അതൊക്കെ നനയും ചെയ്യും, പിന്നെ നമ്മൾ ഉണക്കാനായിട്ട് നിൽക്കേണ്ടി വരും. അപ്പോൾ പിന്നെ വേഗം ഒന്നും നോക്കിയില്ല, വേഗം തുണികളൊക്കെ അങ്ങോട്ട് എടുത്തു കേട്ടോ. തുണികളെടുത്തിട്ട് അങ്ങോട്ട് പോകുന്ന സമയത്താണ് ഓർമ്മ വന്നത് അടിച്ച് അവിടെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, തീ കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന്. അങ്ങനെ ഓടിപ്പോയി തുണികളൊക്കെ അവിടെ കൊണ്ടിട്ട് പിന്നെ ഞാൻ വേഗം ഒരു കടലാസൊക്കെ കത്തിച്ചങ്ങനെ വന്നു കേട്ടോ. തീപ്പെട്ടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതോടെ ഉണങ്ങിയ ഇലകളായിരുന്നു കേട്ടോ, മാവിൻ്റെ ഇലയാണ് കേട്ടോ ഫ്രണ്ടിൽ തന്നെ. അപ്പോൾ അതൊക്കെ വേഗം കത്തിച്ചു കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതപ്പോൾ ഒരു സ്കെയിലും കിട്ടിയിട്ടുണ്ട്, കുപ്പിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ പ്ലാസ്റ്റിക്കൊക്കെ ഇവിടെ മാറ്റിയിട്ടു കേട്ടോ. അപ്പോൾ അടിച്ച് വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, തീയിട്ടപ്പോഴാണ് കേട്ടോ കണ്ടത്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള കുപ്പികളൊക്കെ ഒന്ന് ഞാൻ മാറ്റി എടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് കത്തിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഈ കുപ്പികളൊക്കെ ഞാൻ അങ്ങനെ കിട്ടുന്ന കുപ്പികളൊക്കെ പെറുക്കി ഒരു കവറിലിട്ട് വയ്ക്കും കേട്ടോ. പിന്നെ അങ്ങനെ കുപ്പി പാട്ടക്കാരൊക്കെ വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ തീയൊക്കെ കടലൊക്കെ കഴിഞ്ഞ് വേഗത അയില വന്നിട്ട് നന്നാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അയിലയിൽ അധികം ചെതമ്പലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. സാധാരണ നമ്മൾ ആ തലയുടെ ഭാഗത്ത് ഉണ്ടാവാറുണ്ട്, ഇപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ നന്നാക്കാനും എളുപ്പമായി. അങ്ങനെ വേഗത അയിലേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം ഇതൊന്ന് വറുക്കാൻ വെക്കണം. പിന്നെ പരിപ്പ് ഞാനിത് നമ്മൾ കൊള്ളിയൊക്കെ വേവിച്ചതിന് ശേഷം വേറൊരു കുക്കർ എടുത്തിട്ട് പരിപ്പ് നന്നായി കഴുകിയിട്ട് ഒരു 2 വിസിലടിച്ച് അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അത് വേഗം റെഡിയാക്കി എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ പിന്നെ അത് വേവുന്നവരെ നമ്മൾ കാത്തിരിക്കണം. അങ്ങനെ ഇപ്പോൾ അത് അതിലേക്ക് നന്നാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇതൊന്നിപ്പോൾ പൊരിക്കാനാണോ എന്നൊക്കെ. അപ്പോൾ ആന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ അയില എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായിട്ടോ. അല്ലെങ്കിൽ നമ്മൾ തട്ടിക്കൂട്ടി ചിലപ്പോൾ ഒരു കഷ്ണമൊക്കെ എല്ലാം എടുക്കാറുള്ളൂ. ഇതിപ്പോൾ ഒന്നും വലിയ കുഴപ്പമില്ല, വില കുറവാണല്ലോ വെച്ചിട്ട് അങ്ങനെ ഓരോന്ന് വറുക്കാനായിട്ട് എടുത്തത് കേട്ടോ. അപ്പോൾ നമ്മളവിടെ വറക്കുക എന്ന് പറയും, അവിടെ എൻ്റെ വീട്ടിലവിടെ പൊരിക്കുക എന്ന് പറയും കേട്ടോ. ഓരോ സ്ഥലത്തും ഓരോ പറയും. അതേപോലെ കപ്പയ്ക്ക് ഞങ്ങളവിടെ കപ്പ എന്ന് പറയും, പൂള എന്ന് പറയും, ഇവിടെ കൊള്ളി എന്ന് പറയും കേട്ടോ. അപ്പോൾ ഓരോ നാട്ടിലും ഓരോ പേരുകളാണല്ലോ. അങ്ങനെ ഇപ്പോൾ ദേ അതിലേക്ക് നന്നാക്കലൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ശേഷം ഇപ്പോൾ ദേ ഒന്ന് വരഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ, മസാലയൊക്കെ ഒന്ന് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മസാലയിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി മസ്റ്റാണ് കേട്ടോ. ഇവിടെ ഞാൻ മീൻ വറക്കുമ്പോൾ അത് കാരണം പെരുംജീരകത്തിൻ്റെ പൊടി എപ്പോഴും ഇവിടെ പൊടിച്ച് വയ്ക്കും കേട്ടോ. പെരുംജീരകം ഒരു പാക്കറ്റ് മേടിച്ചിട്ടുണ്ടെങ്കിൽ പകുതി ഞാൻ പൊടിച്ചിട്ട് ഒരു പാത്രത്തിലാക്കി വയ്ക്കും. അപ്പോൾ എന്താ മീൻ കറിയിലായാലും ചിക്കൻ കറിയിലായാലും ഒക്കെ ഞാൻ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ മസാലകളൊക്കെ വേഗം റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കുഴച്ചപ്പോഴാണ് നനവ് കുറവാണ്, മസാലയ്ക്ക് ഭയങ്കര കട്ടിയായി. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒന്ന് തെളിച്ചിട്ട് നന്നായിട്ടൊന്ന് മസാല മിക്സ് ചെയ്തെടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ മീനിലൊക്കെ മസാലയൊക്കെ ഒന്ന് പുരട്ടി റെഡിയാക്കിയിട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ കറണ്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ പരിപ്പ് അങ്ങോട്ട് കാച്ചാനായിട്ട് വെക്കുന്നതിന് മുമ്പായിട്ടാണ് കേട്ടോ. ഈ മസാലയൊക്കെ പുരട്ടി അവിടെ വെച്ച സമയത്ത് തന്നെ കറണ്ട് പോയി. അപ്പോൾ ഒരു 10 മിനിറ്റ് ഞാൻ അവിടെ പോയി ഇരുന്നു കേട്ടോ, വരുമോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഫ്രണ്ടിലത്തെ ചേട്ടൻ പറയുന്നത് ഇന്നിപ്പോൾ പവർ കട്ടാണെന്ന് തോന്നുന്നുണ്ട്, ഇന്നലെയും പോയായിരുന്നു കേട്ടോ ഈ ടൈമിൽ. അപ്പോൾ അങ്ങനെ അവിടെ ഇരുന്ന് പിന്നെ ഞാൻ ആലോചിച്ച് പാത്തൂസ് വൈകുന്നേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അല്ല പകൽ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പാത്തൂസ് വേഗം ഉറങ്ങാൻ ലക്ഷണമുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഒന്നും നോക്കിയില്ല, മീൻ പൊരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഒരു 10 മിനിറ്റ് ഞാനത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം അവരെ കൂടെ അവിടെ പോയിരുന്ന് അവരിതവിടെ ഇരുന്നിട്ട് മൈക്കിൽ പാട്ടൊക്കെ വെച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഞാൻ അവിടെ ഇരുന്നു കേട്ടോ. പിന്നെ പുറത്തിറങ്ങിയപ്പോഴാണ് എല്ലായിടത്തും ഒന്ന് പോയി ഒന്ന് ചെക്ക് ചെയ്തു കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടാറുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ എല്ലായിടത്തും കറണ്ട് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ മറ്റേ കറണ്ട് പോയി കത്തുന്ന ബൾബുണ്ട് കേട്ടോ. അപ്പോൾ ആ വെളിച്ചത്തിലാണ് അവിടെ ഇരിക്കുന്നത്. ഞാൻ അടുക്കളയിൽ വന്നിട്ട് ഒരു മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചു കേട്ടോ. എന്നാലും വലിയ വെളിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഫോണിൻ്റെ ലൈറ്റും കൂടി അടിച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ അതേ പരിപ്പ് കാച്ചാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയുള്ളിയല്ല സബോളയും വെളുത്തുള്ളി ചതയ്ക്കാനുള്ളതൊന്നുമില്ല കേട്ടോ. കറണ്ട് പോയി കാരണം ആകെ ഇരുട്ട് തപ്പിപ്പിടുത്താണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വെളുത്തുള്ളി ഒന്ന് അരിഞ്ഞിട്ടു കേട്ടോ. അതൊക്കെ അരിഞ്ഞിട്ട സമയം കൊണ്ട് ഇതേ കറണ്ടും വന്നു. അപ്പോൾ ഇന്ന് എന്തായാലും പവർ കട്ടല്ല എന്ന് മനസ്സിലായി. 10 മിനിറ്റ് കൊണ്ട് തന്നെ കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വേഗത അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇരുട്ടെ തന്നെ പോയി ഒരു കറിവേപ്പിലൊക്കെ പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, അതും ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ കുറച്ച് കുത്തുമുളകും ചേർത്ത് കൊടുത്തു. ആ കുത്തുമുളക് ചേർത്തതിന് എനിക്ക് സമാധാനം ഉണ്ടല്ലോ, തുണ്ട് എങ്ങനെ പോയാലും മുളക് പൊടി വേണം കേട്ടോ. അപ്പോൾ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാനിതിപ്പോൾ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പരിപ്പിൽ ഞാൻ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. വേവ് കുറച്ച് കുറവാണോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. അപ്പോൾ ഈ കറണ്ട് പോയതിൻ്റെ ഇടയിൽ അതൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു,
ഒരു കുറച്ചും കൂടി വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഇതേ പരിപ്പ് നന്നായിട്ട് തന്നെ ഇപ്പോൾ തന്നെ വെന്ത് വന്നിട്ടുണ്ട്, കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കറിയൊക്കെ ഒന്ന് തിളച്ചതിന് ശേഷം ഞാനിപ്പോൾ ഇത് ഇറക്കി അങ്ങോട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കറി നന്നായിട്ട് കുറുകി അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ചട്ടി അടുപ്പത്ത് വെച്ച് ഞാനിത് മീൻ പൊരിച്ചെടുക്കുകയാണ് വേഗം. അപ്പോൾ അവരവിടെ അങ്ങനെ ടി വി കണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കറണ്ട് വന്നപ്പോൾ ഞാൻ ടി വി വെച്ച് കൊടുത്തിട്ട് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. ഒരാൾ മൈക്കയിലിരിക്കുന്നുണ്ട്, ഒരാൾ ടി വിയും കണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ദേ അയില പൊരിക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാത്തൂസിന് വേഗം ചോറ് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ അല്ലെങ്കിൽ വേഗം കിടന്നുറങ്ങും കേട്ടോ. അപ്പോൾ ആളെ ഇടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതവിടെ വെച്ചിട്ട് ഞാനൊരു 10 മിനിറ്റ് അവിടെ പോയിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കറണ്ട് പോകുന്നതിന് മുമ്പ് തന്നെ ആയിട്ട് നമ്മൾ ദിക്റൽ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ ദേ അയില അവിടെ വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. പിന്നെ കറിയൊക്കെ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു കാന്താരി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനിപ്പോൾ നമുക്ക് എന്തെങ്കിലും കറി വെക്കുമ്പോൾ അതിൽ ചേർത്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ലൈവ് നടക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് കേട്ടോ. ഞാനിപ്പോൾ മീൻ ഒന്ന് ഇവിടെ അടുപ്പത്ത് വെച്ച സമയത്ത് അപ്പോൾ അത് മറിച്ചിടുന്ന നേരം കൊണ്ട് ഞാൻ കുറച്ച് നേരം ആ ലൈവിലൊക്കെ ഒന്ന് പോയിരുന്നു. അങ്ങനെ ആളെ സപ്പോർട്ട് ചെയ്ത് പിന്നെ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം.